നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മുടെ യൂറിൻ്റെ കളർ നോക്കിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമുക്കൊരു രോഗനിർണയം നടത്താൻ നമ്മുടെ യൂറിൻ്റെ കളറിലുള്ള ചേഞ്ചസ് മതി. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ യൂറിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ആംബർ അല്ലെങ്കിൽ ഒരു സ്ട്രോ കളർ, ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. പക്ഷേ യൂറോപ്യൻ ക്ലോസറ്റിൽ ചിലപ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് അതിലുള്ള വെള്ളമായിട്ട് മിക്സ് ആവുന്ന സമയത്ത് ഡാർക്ക് യൂറിൻ ആണെങ്കിലും അത് ലൈറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, വളരെ കോമൺ ആയിട്ട് ഡയബറ്റീസ് പേഷ്യൻസിൽ നമ്മൾ ഈ യൂറിൻ കളർ ചേഞ്ച് അല്ലെങ്കിൽ യൂറിൻ്റെ ആ ടെക്സ്ചർ അല്ലെങ്കിൽ യൂറിനിൽ വരുന്ന ഫ്രോത്തിനെ കുറിച്ച് എല്ലാം നോക്കാറുണ്ട്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് ചോദിക്കുന്ന കാര്യങ്ങളാണ്, കൂടുതലായിട്ട് മൂത്രശങ്കയുണ്ടോ, ഈ ഫ്രീക്വൻസി കൂടുതലായിട്ട് വരുന്നുണ്ടോ, രാത്രി സമയം എത്ര തവണ നിങ്ങൾ മൂത്രം ഒഴിക്കുന്നു, മൂത്രത്തിൽ ഫ്രോത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ടോ, മൂത്രത്തിന് എന്തെങ്കിലും സ്മെല്ലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മൂത്രത്തിന് സ്മെല്ലെന്ന് പറയുന്നത് പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റിക് സ്റ്റേജിലിരിക്കുന്ന പേഷ്യൻസിൻ്റെ മൂത്രത്തിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് വളരെ ഒരു സ്വീറ്റ് സ്മെല്ലായിരിക്കും. ആ ഒരു ടേസ്റ്റും അല്ലെങ്കിൽ മണവും ഒരു സ്വീറ്റ് ആയിരിക്കും. ആ ഒരു സ്വീറ്റ് സ്മെല്ലായതുകൊണ്ട് തന്നെ അതിന് ചുറ്റും ഉറുമ്പുകൾ വന്ന് കിടക്കും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെങ്കിലും ഈ സിംറ്റംസ് കാണിക്കും. അപ്പം ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മുടെ മൂത്രം നമ്മൾ കുറച്ചൊരു ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം മൂത്രം പിടിച്ചു വെച്ചിട്ട് ഒഴിക്കുമ്പോൾ നോർമലി മൂത്രത്തിനകത്ത് പത കാണാറുണ്ട്. അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ബ്ലാഡർ ഫില്ലാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് വരും. എന്നാൽ നിങ്ങൾ മൂത്രം ഒഴിച്ചിട്ടും ഫ്ലഷ് അടിച്ചിട്ടും ഈ പത പോകുന്നില്ല, സ്റ്റിൽ പത അവിടെ തന്നെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം സമയം ഈ ഒരു പത അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു അബ്നോർമൽ കണ്ടീഷനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കൂടുതലും നമ്മൾ മൂത്രത്തിൻ്റെ കളർ ചേഞ്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ്. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളിലും ഇങ്ങനെ മൂത്രത്തിൽ കളർ ചേഞ്ചസ് ഉണ്ടാവും. അപ്പം അത് ഏതൊക്കെ അസുഖങ്ങളിലാണ് മൂത്രത്തിൽ കളർ ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് കളർ പറയുന്നത് റെഡാണ്, അല്ലെങ്കിൽ ബ്ലഡ്. നമ്മുടെ മൂത്രത്തിൽ ബ്ലഡ് അല്ലെങ്കിൽ RBCs കാണുന്നത് ഏത് അസുഖത്തിലാണ്? അപ്പം നമുക്ക് വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു റെഡ് കളർ കാണാൻ പറ്റുന്നത് പുരുഷന്മാരിലൊക്കെ ആണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന നീർവീക്കം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ മൂത്രത്തിൽ ഈ ഒരു റെഡ് കളർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ റെഡ് കളർ കൂടുതലായിട്ടും കണ്ടുവരുന്നത്, ചിലപ്പോൾ നിങ്ങൾ ബീട്രൂട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിൽ റെഡ് കളർ അല്ല വരുന്നത്, മൂത്രം കംപ്ലീറ്റ് ഒഴിക്കുന്നത് തന്നെ ഒരു പിങ്ക് നിറത്തിലാണ് കാണുന്നത്. പക്ഷേ ഈ അല്ലാത്ത ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ പോലെയുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലാഡറിൻ്റെ അകത്ത് നമ്മുടെ മൂത്രം ഒഴിക്കുന്ന ബ്ലാഡറിൻ്റെ അകത്ത് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത്, ചിലപ്പോൾ ഏതെങ്കിലും മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ മൂത്രത്തിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും, റെഡ് കളർ ഉണ്ടായിരിക്കും. അതായത് മൂത്രം കംപ്ലീറ്റ് റെഡായിട്ട് പോകുന്നതല്ല, അതിനകത്ത് ബ്ലഡ് സ്റ്റെയിനോട് കൂടിയിട്ട് മൂത്രം ജസ്റ്റ് പോകുന്നതായിട്ട് നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മെയിനായിട്ടും ഈ റെഡ് കളർ അല്ലെങ്കിൽ ബ്ലഡ് മൂത്രത്തിൽ കാണുന്ന കണ്ടീഷൻസ് ഈ പറഞ്ഞ കിഡ്നി സ്റ്റോൺ, അതുപോലെ തന്നെ UTIയിലും കാണാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പഴുപ്പ് ഉണ്ടാകുന്ന മൂത്രത്തിൽ പഴുപ്പ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്ന കണ്ടീഷനിലും റെഡ് കളറിലാണ് കൂടുതലായിട്ടും മൂത്രം പോകുന്നത് കാണുന്നത്. പിന്നെ പറയുന്നൊരു കോമൺ കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പിങ്ക് കളർ കൂടുതലും കാണിക്കുന്നത് ബീറ്റ് യൂറിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ബീറ്റ്റൂട്ടൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂത്രം കൂടുതലായിട്ടൊരു പിങ്ക് കളറിലാണ് പോകുന്നത്. ഇപ്പോൾ കുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ആളുകളിൽ അത് അത്ര കൂടുതലായിട്ട് നോട്ടീസബിൾ അല്ല. പക്ഷേ കുഞ്ഞുങ്ങളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർ ബീട്രൂട്ട് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മൂത്രം ഒഴിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു മൂത്രത്തിൻ്റെ കളറ് നല്ലൊരു പിങ്ക് നിറത്തിലാണ് പോവാറ്. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ പേടി ഉണ്ടാവും. അപ്പം അതൊരു നോർമലായിട്ടുള്ളൊരു നെക്സ്റ്റ് ഡേ ആവുന്ന സമയത്ത് അതങ്ങ് ഓക്കെ ആയിക്കോളും. പിന്നെ മൂത്രത്തിലൊരു കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറാണ്. നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കിഡ്നി ഫെയിലിയറിനെ സൂചിപ്പിക്കാം. അതുപോലെ തന്നെ ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തമുള്ള ആളുകളിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് മൂത്രം പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോഫി ബ്രൗണിൽ മൂത്രം പോവാറുണ്ട്. അതും കിഡ്നി ഫെയിലിയേഴ്സിലാണ് കൂടുതലായിട്ടും കോഫി ബ്രൗണിൽ കാണിക്കുന്നത്. ഡാർക്ക് ബ്രൗൺ ഇപ്പോൾ കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻസ് മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മൂത്രവും ഇങ്ങനെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. അപ്പം അതൊക്കെ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊരു നോർമലാണ്, ഓൾറെഡി കീമോതെറാപ്പി ചെയ്ത പേഷ്യൻ്റാണ്.
അപ്പോൾ അത് വേറെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും അല്ല അങ്ങനെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മൂത്രത്തിൻ്റെ അകത്ത് കാണിക്കുന്ന മറ്റൊരു കളർ എന്ന് പറയുന്നത് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ആണ്. അപ്പം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഗ്രീനിലും അല്ലെങ്കിൽ ബ്ലൂ കളറിലൊക്കെ മൂത്രം പോകുമെന്ന്. അങ്ങനെ പോകുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അതായത് കൂടുതലായിട്ട് അത് ഫുഡ് കളറിലൂടെയാണ്. നിങ്ങൾ ഈ മെത്തലീൻ ബ്ലൂ ഫുഡ് കളേഴ്സൊക്കെ ആഡ് ചെയ്യുന്ന ഫുഡുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ കളറിൽ പോവാം. അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ടുണ്ടെങ്കിലും ഗ്രീൻ കളറിൽ മൂത്രം പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലൂറസൻ ഗ്രീൻ കളറിലൊക്കെയാണ് മൂത്രം നല്ല രീതിയിൽ പോകുന്നതെങ്കിലും ഇതും കാണിക്കുന്നത് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മൂത്രം ഒരു വളരെ ഒരു തിക്ക് ഒരു വൈറ്റ് കളറിലാണ്, കുറച്ചൊരു ടർബിഡായിട്ടാണ് അല്ലെങ്കിൽ ഒരു ക്ലൗഡി ആയിട്ടാണ് മൂത്രം പോകുന്നതെങ്കിൽ അത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകളിൽ അങ്ങനെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷൻ അല്ലെങ്കിൽ BP കൂടുതലായിട്ട് നിൽക്കുന്ന കണ്ടീഷനിലൊക്കെ അങ്ങനെ പോകാനുള്ള ഒരു ക്ലൗഡി ആയിട്ട് യൂറിൻ പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ യൂറിനിൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പതയാണ്. പത കൂടുതലായിട്ടും ഫ്രോത്തി ആയിട്ട് മൂത്രം പോകുന്ന ഒരു കണ്ടീഷൻ ഒന്ന് ഡയബറ്റീസ് ഉള്ള ആളുകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ BP കൂടുതലായിട്ടുള്ള ആളുകളിൽ, കിഡ്നി കംപ്ലയിൻസ് ഉള്ള ആളുകളിൽ, പ്രോട്ടീൻസ് കൂടുതലായിട്ട് യൂറിനിലൂടെ പോകുമ്പോഴാണ് ഈ ഒരു പതയും അതുപോലെ തന്നെ മൂത്രത്തിനകത്ത് വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പം മെയിനായിട്ടും കളർ ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ കളറുകൾ തന്നെയാണ് നമ്മുടെ മൂത്രത്തിൽ കളർ ചേഞ്ചസിൽ നമുക്ക് അസുഖം മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാണ്. ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും വ്യായാമമൊക്കെ ചെയ്യുന്ന സമയത്ത് യൂറിൻ കളറൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ഒരു നോർമൽ കളറിലോട്ടൊക്കെ വന്നോളും. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഉള്ള ആളുകളിലാണ് ഈ ഡാർക്ക് യെല്ലോ കളർ. അപ്പോൾ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ നമുക്ക് വെള്ളം കുടിക്കാം. നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് എല്ലാ ദിവസവും വെള്ളം കുടിക്കുക. ഒരു 25 kg ബോഡി വെയിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ 1 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ എത്ര ബോഡി വെയിറ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ട് നിങ്ങൾ അത്രയും വെള്ളം ഒരു ദിവസം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ റെഡ് കളർ യൂറിൻ ആവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്റ്റോണിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. UTI വരാനുള്ളൊരു മെയിൻ റീസൺ വെള്ളം കുടിക്കുന്നത് കുറവാകുന്ന സമയത്ത് നമുക്ക് UTI വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ വെള്ളം കൂടുതലായിട്ടും കുടിക്കാം. ഇളനീർ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കൂവിട്ട് തിളപ്പിച്ച വെള്ളമോ ബാർലിട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുന്നത് ഈ UTI പ്രശ്നങ്ങൾ കുറയ്ക്കാനും. UTI വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് എന്താണ്, പെയിനാണ്. അതുപോലെ തന്നെ ഭയങ്കര ബേണിങ് സെൻസേഷനാണ്, ബേണിങ് മിക്ചറേഷനായിരിക്കും. മൂത്രമൊഴിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പെയിൻ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ പ്രശ്നമാണ് ഒട്ടുമിക്ക പുരുഷന്മാരിലും മൂത്രത്തിൽ കളർ ചേഞ്ചും മൂത്രമൊഴിക്കുന്ന സമയത്തുണ്ടാകുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് മൂത്രം ഒഴിച്ചു പോവില്ല, സ്റ്റിൽ ഇനിയും ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് പോവാത്തൊരവസ്ഥ വരിക. രാത്രി കൂടെ മൂത്രം ഒഴിക്കുന്നു. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന, മൂത്രത്തിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു നൂല് പോലെ മൂത്രം ഒഴിച്ചു പോകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നം. അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും വീണ്ടും 1-2 തുള്ളി ഇങ്ങനെ ഉറ്റുറ്റായിട്ട് പോകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് പ്രോസ്റ്റേറ്റും ബുദ്ധിമുട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഹെൽത്തി ആക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. എള്ള്, അതുപോലെ തന്നെ സിങ്ക്, സെലീനിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. മുരിങ്ങയുടെ ഇല, മുരിങ്ങക്കായ, ഇങ്ങനെയുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുക. പംകിൻ സീഡ്സ്, വെളുത്തുള്ളി, ഇതെല്ലാം തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ ഹെൽത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ കുറച്ചെടുക്കാം. ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ക്യാൻസർ അല്ലെങ്കിൽ ഒരു ഗ്രേഡ് 3 സ്റ്റേജിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഗ്രേഡ് 1 ഒക്കെ ആയിട്ടാണ് ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ഗ്രേഡ് 1 നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, പ്രായത്തിൻ്റെ ഒരു കൊണ്ടാണ് ഗ്രേഡ് 1 ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രേഡ് 1 എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ യൂറിൻ ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മെഡിസിൻസ് കഴിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം മെയിനായിട്ട് ശ്രദ്ധിക്കാം. സാലഡ്സുകളാണെങ്കിലും കുക്കുംബർ, ക്യാരറ്റ് പോലുള്ള സാലഡുകളൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനൊക്കെ നോക്കുക. എക്സസൈസ് ചെയ്യുക. പെൽവിക് ഫ്ലോർ മസിൽ അല്ലെങ്കിൽ കീഗൽ എക്സസൈസ് മസിൽസിനെ കുറച്ചും കൂടി സ്ട്രെങ്തനിങ് ചെയ്യുന്നതാണ്. പെൽവിക് ഫ്ലോറിലുള്ള മസിൽസിനെ സ്ട്രെങ്തനിങ് ചെയ്യുന്ന കീഗൽ എക്സസൈസൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പം അതാണ് മെയിനായിട്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് പേഷ്യൻ്റ്. പിന്നെ കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ മെഡിസിൻസ് കഴിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഡാർക്ക് ബ്രൗൺ കളേഴ്സിലൊക്കെ നിങ്ങൾ യൂറിൻ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളൊരു വൈദ്യസഹായമൊക്കെ തേടേണ്ടതാണ്. പിന്നെ നല്ല ബ്രൈറ്റ് യെല്ലോ ഉണ്ട്. ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ബ്രൈറ്റ് യെല്ലോ കളർ സൂചിപ്പിക്കുന്നത് ലിവർ കംപ്ലയിൻസിനും നമുക്ക് ബ്രൈറ്റ് യെല്ലോ കളർ സൂചിപ്പിക്കാം. അപ്പം
നിങ്ങൾ എന്ത് ചെയ്യാം, വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഫാറ്റി ലിവറുള്ള ആളുകൾ അല്ലെങ്കിൽ ലിവറിന് ചുറ്റും കൊഴുപ്പുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മാക്സിമം അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, എക്സസൈസ് ചെയ്യുക, അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റും ഷുഗറി ഐറ്റംസൊക്കെ കഴിക്കുന്നതൊക്കെ കുറച്ചുകൊണ്ട് വരിക, ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ മാത്രം കഴിക്കുക. ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ മിതമായ പഴുപ്പിൽ ഫ്രൂട്ട്സുകൾ കഴിക്കുക. ആപ്പിള്, അതുപോലെ തന്നെ പൊമോഗ്രാനേറ്റ്, പേരയ്ക്ക, അതുപോലെ തന്നെ ഓറഞ്ച്, പപ്പായൊക്കെ ഒരു മിതമായിട്ടുള്ള പഴുപ്പിലുള്ള പപ്പായൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ലിവർ കംപ്ലയിൻസ് ഒന്നും വരില്ല. നമ്മൾ അമിതമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക, മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, ജ്യൂസാക്കി കഴിക്കുന്നതൊക്കെ ലിവറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടാനുള്ള കാരണമാവുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ UTI വരുന്ന ആളുകളൊക്കെ ആണെങ്കിലും അവരുടെ വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ അണ്ടർവെയർസും കാര്യങ്ങളൊക്കെ ഡ്രൈ ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പം മെയിനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പം ഇങ്ങനെ യൂറിനിൽ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക, നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വൈദ്യസഹായം കാര്യങ്ങളൊക്കെ തേടുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് കിടന്നുറങ്ങുക, ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിയണമെങ്കിലൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.